അപ്പോൾ ഇന്നെന്നാ പരിപാടി എന്നല്ലേ കിച്ചൺ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരോ പാചകമല്ല ഓരോരോ നേരം ചോറും കൂട്ടാനും ആക്കിയാലും ആകെ ഇതുപോലെ അലങ്കോലാവും. എല്ലാവരും അടുക്കളയും ഇങ്ങനെ ആവലുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇത് വൃത്തിയാക്കലാന്നൊരു ടാസ്ക്. അപ്പോൾ ഇതിപ്പോൾ രാവിലത്തെ ചായയും പലഹാരവും കോഴിനാട്ടിനെ കൊണ്ടുകൊണ്ട് ചോറും ഇതെല്ലാം ആയിക്കഴിഞ്ഞ് എൻ്റെ ചായയുടെയും കൂടെ കഴിഞ്ഞിട്ടാകുമ്പോൾ പാത്രവും അടുക്കളയുടെ കോലുമായത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പാത്രമെല്ലാം ഒന്ന് പരപരാ തേച്ച് പഠിക്കാം. ഞാനില്ലേ ഇങ്ങനെ പാത്രം പഠിക്കുമ്പോൾ ഈ ലിക്വിഡിൻ്റെ ഒപ്പം കുറച്ച് സബീന പൗഡർ കൂട്ടും. സബീന പൗഡറിൻ്റെ പാത്രം പഠിക്കുന്ന പൗഡർ അത് കൂട്ടിയാലൊന്ന് ഇത് വിചാരിച്ചാൽ നമ്മൾ പാത്രത്തിൻ്റെ എണ്ണ വെക്കും എല്ലാം വേകുമ്പോൾ നല്ലൊരു വൃത്തി. അങ്ങനെ ചായക്കറിയൊന്നും നിൽക്കുന്നില്ല. മുമ്പേ നമ്മൾ വെണ്ണീരിട്ടിട്ടില്ലേ പാത്രം പഠിക്കുന്നത്, അന്നേരം ചായക്കറിയൊന്നും ഉണ്ടാവില്ലല്ലോ. പാത്രം പഠിക്കൽ കഴിഞ്ഞു. ഇനി നമ്മളെ അടുപ്പ് ക്ലീനിങ്ങാണ്. അടുപ്പിൽ ഒരു ദിവസം ഒരു നേരം ഞാൻ എന്തായാലും ഇത് കുറച്ച് ലിക്വിഡെല്ലാം ഇട്ടിട്ട് തേച്ച് കഴുകും. അപ്പോൾ ഇങ്ങനെ വേഗം തേച്ച് കഴുകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെയിറ്റ് ഇല്ലാത്ത അടുപ്പ് എപ്പോഴും ഉപയോഗിക്കുന്നത്. വേറൊരു ഗ്ലാസിൻ്റെ അടുപ്പ് അപ്പുറത്തുണ്ട്, പക്ഷേ ഇതാണ് ഞാൻ അധികം ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ വേഗം നമുക്ക് അടിയും മേലെ എല്ലാം വൃത്തിയാക്കാനെല്ലാം എളുപ്പമാണ് ഈ അടുപ്പിൽ. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞു. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സിങ്കും അതിൻ്റെ പരിസരമെല്ലാം. അപ്പോൾ ഇങ്ങനത്തെ ഈ സിങ്കായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ലൈൻ പോലെ ഇല്ലേ അതിൻ്റെ ഇടക്കെല്ലാം വൃത്തിയിൽ തേച്ച് കഴുകണം. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് ആ സൈഡ് ഇതെല്ലാം തേച്ച് കഴുകി. അതിനായിട്ടൊരു ബ്രഷ് വേറെ ഉണ്ട്. അതേപോലെ സിങ്കിൻ്റെ ഉള്ളിലും വൃത്തിയാക്കി. എനിക്കില്ലേ ഈ അടുക്കള പണി എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്തോറും നല്ല വൃത്തി ഉണ്ടാവണം. ഗ്യാസ് അടുപ്പായാലും സിങ്കായാലും എല്ലാം വൃത്തികേടാൻ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ്. അപ്പോൾ ഞാനിത് മെനക്കെട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഇതന്നെ പരിപാടി, ഈ സിങ്ക് കഴുകലും അടുപ്പ് തുടക്കലും ഇങ്ങനത്തെ എല്ലാം. ശരിക്കും ഇത്രയെല്ലാം പണിയെടുക്കുന്ന നമ്മളെല്ലാം ആരെങ്കിലും ഇന്ന് ഇവർക്ക് ജോലിയൊന്നുമില്ല ആ പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചുരുങ്ങിയത് ഒരു 800 റുപ്യ കൂലി എന്നാൽ തന്നെ ഇവരത്ര പൈസ തരേണ്ടി ഒരു മാസം. ശരിക്കും ഈ അടുക്കളയിൽ സിങ്കും ഈ സൗകര്യമെല്ലാം വന്നേ പിന്നെ നിനക്കൊന്ന് പണി അധികം. പണ്ട് പുറത്തുനിന്ന് പാത്രം പഠിക്കൂലേ, അന്നേരം ഒന്നും ഇത്ര ഒരു പണി അറിയില്ല. എന്ന് വെച്ചാൽ ആ പാത്രം കഴുകി പിന്നെ എപ്പോൾ അടുപ്പിൻ്റെ അടുത്തൊരു ഡ്രൈ ആയിട്ടുണ്ടാവില്ലേ വിറക് എല്ലാം കത്തിക്കുന്ന അടുപ്പിൽ. ഇനി അടുക്കളേൻ്റെ മറ്റേ സൈഡിലേക്ക് പോവാം. അവിടെ പിന്നെ അങ്ങനെ അധികം വൃത്തികേടൊന്നും ആവില്ല. അത്യാവശ്യം അരക്കലോ അങ്ങനത്തെ എല്ലാം പണിയേ ഇല്ലു. അപ്പുറം ഇപ്പം ഏകദേശം എല്ലായിടത്തും തുടച്ചിട്ടെല്ലാം ക്ലീനായി. കുറച്ച് മെനക്കെട്ടാലും ഇങ്ങനെ ക്ലീനാക്കി അടുക്കളയെല്ലാം കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സന്തോഷമല്ലേ. അപ്പോൾ എൻ്റെ കിച്ചൺ ക്ലീനിങ് എല്ലാം എങ്ങനെയുണ്ടെന്നുള്ള എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പറയണേ.